യെസ് മക്കളെ, അപ്പൊ ഷിഫ്റ്റ് ടു ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാൻ പോവാണ് നമ്മള്. ദെൻ എടുത്തോളൂ. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ജി എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷനും നമുക്ക് തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് എഫ് ഓഫ് റൂട്ട് ലോഗ് 9 പ്ലസ് ജി ഓഫ് റൂട്ട് ലോഗ് 9 എന്നതിന്റെ വാല്യൂ ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി. ഈ ക്വസ്റ്റ്യനിൽ ഇതെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഏതാണെന്നൊന്ന് നോക്കുക. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഞാൻ ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും തന്നിട്ടുണ്ട്, ജി ഓഫ് എക്സും തന്നിട്ടുണ്ട് മക്കളെ. അപ്പൊ ഞാൻ അതിൽ എന്ത് ചെയ്യാൻ പോവാണ്, എഫ് ഓഫ് എക്സ് ഒന്ന് ആദ്യം എടുത്ത് എഴുതാൻ നോക്കുകയാണ്. എഫ് ഓഫ് എക്സ് കേട്ടോ. എഫ് ഓഫ് എക്സ് ഈസ്, മക്കളെ ശ്രദ്ധിച്ചോ, എഫ് ഓഫ് എക്സ് ഈസ് ഇന്റഗ്രൽ മൈനസ് എക്സ് ടു എക്സ് ആണ്. ഇന്റഗ്രൽ മൈനസ് എക്സ് ടു എക്സ് അല്ലെ, മോഡ് ടി മൈനസ് ടി സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ഡി ടി ആണ്. ജി ഓഫ് എക്സ് അവിടെ നിൽക്കട്ടെ, എഫ് ഓഫ് എക്സ്. ഇതില് നോക്കിയോ, ഇന്റഗ്രൽ മൈനസ് എ ടു എ എന്ന് പറയുന്ന ഫോമില്. അപ്പൊ അങ്ങനെയാകുമ്പോ ആ ഫംഗ്ഷൻ ഞാൻ ആദ്യം ഈവൻ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ നോക്കുകയാണ്. അപ്പൊ ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ആ ടിക്ക് നമ്മൾ മൈനസ് എക്സ് എടുത്തു കൊടുത്ത് എഫ് ഓഫ് എക്സ് തന്നെ വരണം അല്ലെ. എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിലാണ് ഈവൻ. അപ്പൊ മോഡ് മൈനസ് എക്സ് എന്ന് പറയുന്നത് അവിടെ എക്സ് തന്നെ വരും. ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ അവിടെ മൈനസ് എക്സ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അവിടെയും ടി സ്ക്വയർ തന്നെ വരും. മോളിലാകുമ്പോൾ മൈനസ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും മൈനസ് എക്സ് സ്ക്വയർ തന്നെ വരും. അപ്പൊ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് കേട്ടോ. അതായത് ഫംഗ്ഷൻ എന്താണ്, ഈവൻ ഫംഗ്ഷൻ ആണ് എന്ന് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എഴുതാം 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു എ എന്ന് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഇത് എഴുതാം, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇന്റഗ്രൽ എന്ത് എഴുതാം, 0 ടു എക്സ്. ഓക്കെ, മോഡ് ടി മൈനസ് ടി സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ഡി ടി. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഇന്റഗ്രൽ എന്ത്, 0 ടു എക്സ്. മോഡ് ടി 0 ടു എക്സ് പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പൊ മോഡ് ടി ഈസ് എന്തെന്നെയാണ്, ടി തന്നെയാണ്. ടി മൈനസ് ടി സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ എന്ത്, ഡി ടി എന്നെഴുതി അല്ലെ. ഓക്കെ, ദെൻ ഇനി നമുക്ക് അതിന് ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. 0 ടു എക്സ് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, അത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു, ആ ടി സ്ക്വയറിന് ഞാൻ വൈ എന്നോ യു എന്നോ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ ഞാൻ അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. 2t dt അല്ലെ, 2t dt ഇസ് ഈക്വൽ ടു dy എന്ന് വരും അല്ലെ. dy ബൈ dt വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2t ഇസ് ഈക്വൽ ടു dy ബൈ dx. അപ്പൊ 2t dt ഇസ് ഈക്വൽ ടു dy ആണ് എന്ന് മനസ്സിലായി അല്ലെ. ലിമിറ്റ് ചേഞ്ച് ചെയ്തെടുക്കുക. വെൻ എന്ത്, t ഇസ് ഈക്വൽ ടു 0. t 0 ആണെങ്കിൽ വെൻ t ഇസ് ഈക്വൽ ടു 0 ദാറ്റ് ഈസ് എന്തായിരിക്കും മക്കളെ, 0 ഇസ് ഈക്വൽ ടു y. അപ്പൊ 0 ഇസ് ഈക്വൽ ടു y. ഇനി വെൻ t ഇസ് ഈക്വൽ ടു എന്ത്, x അല്ലെ. അപ്പൊ ടി സ്ക്വയർ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്, y ആണ്. ഓക്കെ, ഇനി നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് എന്താവും, 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു എന്താണ്, എക്സ് അല്ല. അപ്പൊ എന്തായി മാറിയത്, എക്സ് സ്ക്വയർ. ലിമിറ്റ് ചേഞ്ച് ചെയ്തു, എക്സ് സ്ക്വയർ. ഇനി ടി ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ അല്ലെ. അപ്പൊ ടി എന്തിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് എന്ന് പറയുമ്പം ടി സ്ക്വയർ ആണ് വൈ. അപ്പൊ നമുക്ക് അവിടെ ടി ആണുള്ളത്. ടി ഈസ് റൂട്ട് ടി എന്ന് പറയുമ്പോൾ അത് ടി റേസ് ടു 1/2 എന്ന് എഴുതാം. ടി റേസ് ടു 1/2 മൈനസ് ടി സ്ക്വയർ വൈ ആണ്. സോറി, ടി റേസ് ടു 1/2 സോറി വൈ റേസ് ടു 1/2 ടി സ്ക്വയർ വൈ. അപ്പൊ ടി എന്ന് പറയുമ്പോൾ റൂട്ട് വൈ. അപ്പൊ വൈ റേസ് ടു 1/2. ഓക്കെ, y റേസ് ടു 1/2 മൈനസ് ടി സ്ക്വയർ y ഇൻറ്റു ഇ റേസ് ടു മൈനസ് y. ടി സ്ക്വയർ y ആണ്. അപ്പൊ ഇ റേസ് ടു മൈനസ് y. വാട്ട് ഈസ് ഡി ടി? ഇവിടെ ഡി ടി എന്താണ്, ഡി ടി. അപ്പൊ ഇത് നോക്കിയേ, ഇവിടുന്ന് ഡി ടി എന്ന് പറയുന്നത് ഡി ടി ഈസ് ഈക്വൽ ടു dy ബൈ 2t എന്നാണ് എഴുതുക അല്ലെ.
ഡി ടി ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ 2t. ഇനി ആ ടിക്ക് നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? ടി എന്ന് പറയുന്നത് റൂട്ട് വൈ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഡി ടി ഈസ് ഡി വൈ ബൈ 2t ആണ്. ടി എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് വൈ ആണ്. അപ്പൊ വൈ റേസ് ടു 1/2 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഈ ടൂവും എന്ത് ചെയ്തു പോകും? കട്ട് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ അതെന്തായിട്ട് മാറി? ഇന്റഗ്രൽ അല്ലെ, ഇന്റഗ്രൽ 0 to x² y raised to 1/2 ആണ്. അപ്പൊ ഞാൻ അവിടെ y raised to 1/2 കൊണ്ട് എല്ലാത്തിനെയും അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് ആ രണ്ട് ടേമിനെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഇവിടെ 1 ആവും. 1 മൈനസ് y ബൈ y raised to 1/2 y raised to 1/2 ഇൻറ്റു e raised to മൈനസ് y dy എന്നായി മാറി. അതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പേജിലേക്ക് മാറ്റുന്നു. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to x². ലിമിറ്റ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. 0 to x² അല്ലെ. പ്രോപ്പർട്ടി നമ്പർ 1, ആ വൈക്ക് പകരം ഞാൻ ടി എന്ന് തന്നെ എഴുതുകയാണ്. 1 മൈനസ് ടി റേസ് ടു 1/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ഡി ടി എന്ന് എഴുതി. ആ രണ്ട് ഇന്റഗ്രൽ ആക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to x² ഇ റേസ് ടു മൈനസ് ടി ഡി ടി പ്ലസ് ഇന്റഗ്രൽ 0 to x² അല്ലെ. സോറി, മൈനസ് സ്പ്ലിറ്റ് ചെയ്യുന്ന ഈ സൈന് മൈനസ് അല്ലേ. അപ്പോ ഈ മൈനസ് ഇന്റഗ്രൽ 0 to x² ടി റേസ് ടു 1/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ഡി ടി. യെസ്, ദിസ് ഫംഗ്ഷൻ ദിസ് ഈസ് വൈ, സോറി വൈ അല്ല, ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്ന സാധനം 0 to x² ടി റേസ് ടു 1/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ഡി ടി ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ഇവിടെ ഇതെന്താണ്? ജി ഓഫ് എക്സ് ആണ്. അപ്പൊ അത് മൈനസ് ജി ഓഫ് എക്സ് എടുത്ത് ഞാൻ ഇപ്പുറത്തേക്ക് ഇടുകയാണ്. അപ്പൊ എന്തായി? പ്ലസ് എഫ് ജി ഓഫ് എക്സ് ആയി. സോ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to x² ഇ റേസ് ടു മൈനസ് ടി ഡി ടി എന്നായി അല്ലെ. ഇനി ഞാൻ അതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും? ഇ റേസ് ടു മൈനസ് ടി ബൈ -1. ലിമിറ്റ് എന്തായി? 0 to x² ആയി. സോ ഇറ്റ് വിൽ ബി മൈനസ് ഓഫ് ഇ റേസ് ടു മൈനസ് x² ഇ റേസ് ടു മൈനസ് x² -1. മൈനസ് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തായി? 1 മൈനസ് ഇ റേസ് ടു മൈനസ് x² എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള വാല്യൂവിലേക്ക് പോകാം. ഇതാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 9 ഇൻറ്റു എന്നും കൂടി ഉണ്ട് എന്ന് വിചാരിച്ചോ. 9 ഇൻറ്റു, എനിക്ക് തോന്നുന്നു അവിടെ അത് മിസ്സായതാണ് എന്ന്. അപ്പൊ 9 ഇൻറ്റു എന്നും കൂടി എഴുതുന്ന സമയത്ത് എഫ് ഓഫ് നോക്കൂ, എഫ് ഓഫ് റൂട്ട് 9 റൂട്ട് ലോഗ് 9 ബേസ് ഇ ആണ് പ്ലസ് ജി ഓഫ് റൂട്ട് ലോഗ് 9 എന്നാണ്. അപ്പൊ നമ്മൾ എക്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ ലോഗ് 9 ആണ്. 1 മൈനസ് എന്ന് പറയും അല്ലെ. ഇ റേസ് ടു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ലോഗ് റൂട്ട് 9 സ്ക്വയർ ചെയ്യണം അല്ലെ. സോറി, റൂട്ട് ലോഗ് 9 സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? ലോഗ് 9 എന്നാവും അല്ലെ. അപ്പൊ നമുക്ക് അതിനെ ജസ്റ്റ് എന്ത് എഴുതി കൊടുക്കാൻ പറ്റും നോക്കിയേ. ഇവിടേക്ക് എഴുതുന്നു. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ സോറി 1 മൈനസ് എന്തായി? അത് 9 റേസ് ടു -1 ആണ് അല്ലെ. ബേസ് സെയിം ആണ്. അപ്പൊ നമുക്ക് 9 റേസ് ടു -1 എന്ന് പറയുമ്പോൾ എന്താ എഴുതാം? 1/9 എഴുതാം. അപ്പൊ 1 മൈനസ് 1/9 ആണ്. 1 മൈനസ് 1/9 എന്തായി? 8/9 ആയി. അപ്പൊ ഇനി നേരെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതിലേക്ക് കൊടുത്തേ. ഈ സാധനത്തിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് നോക്കിയേ? 8/9 കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി 9 ഇൻറ്റു 8/9 ആയിരിക്കും അല്ലെ. 9 ഇൻറ്റു 8/9. 9 into 8/9 is
8. തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, സെറ്റ് അല്ലേ?